ഹായ് ഓൾ, ജിടെക് പെരുമ്പാവൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജീതു കെരാജ്. ഇന്നത്തെ വീഡിയോയിൽ SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനാണ്. അതിനായി നമ്മോടൊപ്പം ഉള്ളത് ജിടെക് പെരുമ്പാവൂരിൻ്റെ കോപ്പറേറ്റീവ് ഫിനാൻസ് അക്കൗണ്ടൻറ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള CG നീജിലാണ്. കറണ്ട് സെനാരിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നതാണ് SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷനെ കുറിച്ച്. എന്താണ് SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ? ജർമ്മൻ മൾട്ടിനാഷണൽ കമ്പനിയായ SAP SC ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യുന്ന ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റാണ് SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ. ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ SAPയുടെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷനോടൊപ്പം ഒരു ഡിജിറ്റൽ ബാഡ്ജ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡിജിറ്റൽ ബാഡ്ജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ SAPയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അവരുടെ അസസ്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അവരെ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഈ ഡിജിറ്റൽ ബാഡ്ജ് ചോദിക്കാറുണ്ട്. എന്താ വെച്ചാൽ ആ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷനും അതോടൊപ്പം ഈ ഡിജിറ്റൽ ബാഡ്ജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി സർട്ടിഫൈഡ് ആയ ഒരു കാൻഡിഡേറ്റ്സിനേക്കാൾ 40% സാലറി പൊട്ടൻഷ്യലോടുകൂടി നമുക്ക് SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് SAPയിൽ 2 രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. SAP എൻഡ് യൂസർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ് സർട്ടിഫിക്കറ്റ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? SAP എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ എന്ന് പറയുന്ന SAPയുടെ ഒരു ഓവർവ്യൂ ലെവൽ പ്രോഗ്രാം SAP ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ SAP എൻഡ് യൂസർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം കൺസൾട്ടൻ്റ് ലേണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ SAP SC ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യുന്ന അതിൻ്റെ ഓൺലൈൻ എക്സാം എഴുതി ആ ഓൺലൈൻ എക്സാമിലൂടെ ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷനാണ് കൺസൾട്ടൻ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ. ഈ കൺസൾട്ടൻ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ ഏതാണ്ട് 180 രാജ്യങ്ങളിലായി എവിടെയൊക്കെ SAP ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം അതിന് വാലിഡിറ്റി ഉണ്ട്, ഗ്ലോബലി വാലിഡ് ആണ്, അതോടൊപ്പം ഗ്ലോബലി അക്സെപ്റ്റൻസും ഉണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ഇതുപോലെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്തും അവർ നമുക്ക് വർക്കിംഗ് ഇൻ്റർവ്യൂസ് ഒക്കെ വെക്കുമ്പോൾ അതിൽ വെക്കുന്നത് ഗ്ലോബൽ സർട്ടിഫൈഡ് കാൻഡിഡേറ്റ്സിനെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസൾട്ടൻ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എങ്ങനെ എടുക്കാം? SAP ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴിയോ പാർട്ട്നേഴ്സ് വഴിയോ ആണ് നമ്മൾ ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഗ്ലോബൽ പാർട്ട്ണർ വഴിയാണ് എടുക്കാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജിടെക് ഒരു SAPയുടെ ഓതറൈസ്ഡ് ഗ്ലോബൽ പാർട്ട്ണർ ആണോ? അതെ, ജിടെക്കും ഒരു SAPയുടെ ഗ്ലോബൽ പാർട്ട്ണറാണ്. ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി SAP ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? SAP SC പ്രൊവൈഡ് ചെയ്യുന്ന ഒഫീഷ്യൽ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ലേണിംഗ് ഹബ്ബ്. ഈ ലേണിംഗ് ഹബ്ബിലോട്ട് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി SAPയുടെ ഓതറൈസ്ഡ് പാർട്ണർക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും അവർക്കൊരു ലോഗിൻ ക്രെഡൻഷ്യൽ കിട്ടും. ആ ലോഗിൻ ID മാത്രമേ അത് SAPയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ മാത്രമേ നമുക്ക് ഈ ലേണിംഗ് ഹബ്ബിലോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നമുക്ക് ഈ ലോഗിൻ ID കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24/7 ആക്സസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, ലൈവ് പ്രാക്ടീസ് സിസ്റ്റംസ്, അതുപോലെ SAPയുടെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ ലൈവ് ട്രെയിനിങ് ക്ലാസ്സുകൾ, അതോടൊപ്പം നമുക്ക് അസൈൻമെൻറ്റ്സ്, കേസ് സ്റ്റഡീസ്, നമുക്ക് എക്സാം പ്രിപ്പറേഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ, അതോടൊപ്പം നമുക്ക് അഡ്വാൻസ്ഡ് ഫണ്ടമെൻ്റൽസ് മുതൽ അഡ്വാൻസ്ഡ് സെഷൻസ് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും ക്ലാസ്സസും നമുക്ക് ഈ ലേണിംഗ് ഹബ്ബിലൂടെ ഈസിയായി കൈകാര്യം ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ലേണിംഗ് സ്ട്രക്ചറും ഈ SAP ലേണിംഗ് ഹബ്ബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ഹബ്ബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SAPയിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ഡൗട്ടാണ്, ഓരോ സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അവർക്ക് ഏതായിരിക്കും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഡിഫറെൻറ്റ് മൊഡ്യൂളുകൾ SAPയിൽ അവൈലബിൾ ആണ്. ഓരോ സ്ട്രീമിലും വിട്ടവർക്ക് അവരുടെ സ്ട്രീമിന് അനുയോജ്യമായ രീതിയിലുള്ള മൊഡ്യൂൾസ് നമുക്ക് SAPയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രീമിൽ പെടുന്നവർ MCOM, BCOM, ACCA, CA,
അതുപോലെ തന്നെ MBA ഫിനാൻസ്, ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു സ്ട്രീമൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് SAPയുടെ സിമ്പിൾ മൊഡ്യൂളായ SAP S/4HANA ഫിനാൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ S/4HANA ഫിനാൻസിലൊക്കെ നമ്മളൊരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാവുന്നതാണ് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടവർക്ക്. അതുപോലെ തന്നെ MBA HR, MBA മാർക്കറ്റിംഗ്, ഈ ഒരു സ്ട്രീമിലൊക്കെ പെട്ടവർക്ക് HR MBA സെയിൽസ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള മൊഡ്യൂളുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ MBA മാർക്കറ്റിംഗ് കുട്ടികൾക്ക് MBA മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HR മൊഡ്യൂള്, HR നമുക്ക് പുതിയതായിട്ട് SAPയിൽ വന്നിരിക്കുന്ന നമ്മുടെ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. ഇത് നമ്മുടെ MBA ആ ഒരു സ്ട്രീമിലൊക്കെ പെട്ടവർക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് IT മേഖലകളിൽ നമ്മുടെ BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, BCA, MCA, IT, ആ ഒരു കാറ്റഗറി പെട്ടവർക്കൊക്കെ SAPയുടെ ടെക്നിക്കൽ മൊഡ്യൂളായ ABAP, അതായത് അഡ്വാൻസ്ഡ് ബിസിനസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ്, ഈ ഒരു പ്രോഗ്രാമിംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രോഗ്രാമേഴ്സിനൊക്കെ അവരുടെ SAPയുടെ ഇംപ്ലിമെൻറ്റേഷൻ, അവരുടെ ഒരു കസ്റ്റമൈസേഷനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് പ്രോഗ്രാമേഴ്സിൻ്റെ ഒക്കെ ആവശ്യകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ സ്ട്രീമിൽപ്പെട്ടവർക്ക് SAP ABAP എന്ന് പറഞ്ഞ മൊഡ്യൂൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് TCS ഒക്കെ ബൾക്കായിട്ട് ചോദിക്കാറുണ്ട്, പ്രോഗ്രാമേഴ്സിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് കാറ്റഗറിപ്പെട്ടവർക്ക്, ആ പ്രോഗ്രാം ഡെവലപ്പേഴ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മൊഡ്യൂളാണ് SAP ABAP. അപ്പോൾ SAP ലേണിംഗ് ഹബ്ബ് വഴി നമുക്കൊരു സിംഗിൾ സർട്ടിഫിക്കേഷൻ ആണ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഇതിനകത്തൊരു മൾട്ടിപ്പിൾ സർട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു ചാൻസും കൂടി ഉണ്ടോ? ഒരിക്കലും നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ അല്ല, ഈ SAPയുടെ ഡിഫറൻറ്റ് മൊഡ്യൂളുകളിലൂടെ ഒരു ലേണിംഗ് ഹബ്ബ് എടുക്കുന്നവർക്ക് 4 സർട്ടിഫിക്കേഷൻസ് വരെ മെയിനായിട്ട് നമുക്ക് എടുക്കാം. ആ 4 സർട്ടിഫിക്കേഷൻസ് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു SAP ഫിനാൻസ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഫിനാൻസിൽ എക്സാം എഴുതി ഇനി അവർക്കൊരു MM-ലൂടെ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ MM-ൽ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ HR മൊഡ്യൂൾ എടുത്തയാൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ടെക്നിക്കൽ മൊഡ്യൂളായ ABAP കൂടി ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് 4 സർട്ടിഫിക്കേഷൻസ് വരെ SAPയിലൂടെ ഒരു ലേണിംഗ് ഹബ്ബിലൂടെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി GTech പെരുമ്പാവൂരിനെ ഫോളോ ചെയ്യുക. ദിസ് ഇസ് ജീതു കെ രാജ്, സൈനിങ് ഓഫ്.